ഫണ്ടുകളിലേക്ക് അത് പോകുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൈഫിനും അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് 11.5 ലക്ഷം രൂപ. അദ്ദേഹത്തിന്റെ വൈഫിന് മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ ആ ഒരു വിഷയം വൻ വിഷയത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടർ ചാനല്, മീഡിയ വൺ ചാനലൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇന്നിപ്പോൾ റോബിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ 40 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്, 43 തിരിച്ചു കൊടുത്തിട്ടുണ്ട്, എനിക്ക് കണക്ക് പറഞ്ഞാൽ 70,000 രൂപ ഇങ്ങോട്ടാണ് വരാനുള്ളത്, എൻ്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 3-4 തവണയായിട്ട് ഈ പറയുന്ന പിന്നീട് റോബിൻ അവരെ നിന്ന് പൈസ വാങ്ങുന്നത്, എനിക്ക് പൈസ തരണം എന്നൊക്കെ പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്തൊരു സാധനം, അതൊക്കെ അവര് എന്നെ എന്താണ് ഭീഷണിപ്പെടുത്തി ചെയ്തതെന്നാണ് റോബിന്റെ വാദം എന്നുള്ളതാണ്. അപ്പൊ ഈ അബിൻ ദേവ് എന്ന് പറയുന്ന പുള്ളി ഇപ്പൊ റിപ്പോർട്ടറിൽ ചെറിയൊരു സംഭവം കൊടുത്തു. അതിനകത്ത് പുള്ളി പറയുന്ന മറ്റൊരു കേസ് ആരതിപ്പൊടിക്ക് 11.5 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത്. അതായത് റോബിന്റെ ഭാര്യയായ ആരതിപ്പൊടിക്ക് വരെ റോബിൻ പറഞ്ഞിട്ട് കൊടുത്തു എന്നുള്ളതാണ്. ആ ഒരു സാധനം ആദ്യം കേൾക്കാം. കേട്ടതിന് ഇത് കൃത്യമായിട്ട് ഇത് എന്താണ് ഇവിടെ നടന്നത്, ഈ റോബിൻ പറയുന്നത് സത്യമാണോ, അത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ ഫുള്ളാക്കി കേട്ടിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാമെന്നുള്ളതാണ്. ഓക്കെ, ആദ്യം ഈ അബിൻ ദേവ് പറഞ്ഞ ഒരു സാധനം വയ്ക്കാം. എനിക്ക് ഓൾമോസ്റ്റ് അദ്ദേഹം 36,75,000 രൂപ തരാനുണ്ട്. അത് ഒഫീഷ്യലി വീഡിയോ എൻ്റെ വീട്ടിൽ എന്നെ പല ഘട്ടങ്ങളിലായിട്ടാണ് മേടിച്ച്. ആദ്യമൊക്കെ 50,000 കൊടുക്കുന്നു, തിരിച്ചു വരുന്നു, 1 ലക്ഷം കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ ഒരു ലോങ് ജേണി ആയിട്ടാണ്, ഒരു 8 മാസം കൊണ്ടാണ് ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് വലിയ ഫണ്ടുകളിലേക്ക് അത് പോകുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫിനും അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് 11.5 ലക്ഷം രൂപ. അദ്ദേഹത്തിൻ്റെ വൈഫിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബിസിനസ് ആവശ്യം എല്ലാം കൂടി ഇതിൽ മെർജ്ഡ് ആണ്. അങ്ങനെ ഓക്കെ, ഏതാണ്ട് 37 ലക്ഷം രൂപയാണ് എനിക്ക് തരാനുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് പറയുന്നത് 37 ലക്ഷം രൂപ ഈ പറയുന്ന റോബിൻ തരാനുണ്ട്. റോബിൻ പറഞ്ഞിട്ട് ആരതിപ്പൊടിയുടെ അക്കൗണ്ടിലും 11.5 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. ആരതിപ്പൊടിയുടെ സ്റ്റോറി ഞാൻ എപ്പോൾ ഇടുന്നത്, ആരതിപ്പൊടി വളരെ ചില്ലാണ്, ചിരിച്ച് കളിച്ച് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആരതിപ്പൊടി അവിടെ വീഡിയോ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ റോബിൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ റോബിൻ പറയുന്നത് എന്താണ്, എനിക്ക് സാമ്പത്തിക ഇടപാട് ടോട്ടല് മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. ഏതാണ്ട് എന്റെ അക്കൗണ്ടിൽ ഏതാണ്ട് 43 ലക്ഷം രൂപ വരെ എന്തോ വന്നിട്ടുണ്ടെന്നോ, ഞാൻ അതിൽ 42 വന്നു, ഞാൻ 43 കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 69 ലക്ഷം രൂപ അല്ല 69,000 രൂപ എനിക്ക് തിരിച്ചു തരണം എന്നുള്ളതാണ്. ഇതിനകത്ത് അതിന്റെ ക്ലാരിറ്റി അറിയുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ പുറത്തു വന്ന ക്യാഷ് വാങ്ങുന്ന ഒരു സംഭവം, ഈ ക്യാഷ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ എവിടെയെങ്കിലും ഒരു ഭീഷണിയായിട്ട് ഒരു സംഭവം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അത് നമുക്കിവിടെ കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇത് അബിൽ ബ്രോ ആണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അബിൽ ബ്രോയിന്റെ പെരുമ്പാവൂരുള്ള വില്ലയിലാണ്. ഇന്ന് ഡിസംബർ 30, 2025 ആണ്. ഡേറ്റ് ശ്രദ്ധിക്കാം, ഡിസംബർ 30, 2025. ഡിസംബർ മാസമാണ് ഫസ്റ്റ് വീഡിയോ വരുന്നത്. 2025 കഴിഞ്ഞ വർഷം ഡിസംബർ മാസം. ഓക്കെ, ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അബിൽ ബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,75,000 രൂപ ഇനി അബിൽ ബ്രോന് കൊടുക്കാനുണ്ട്. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,75,000 രൂപ അബിൽ ബ്രോന് കൊടുക്കുന്നതാണ്. സോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സോ സൂം ചെയ്ത ഇതിൽ കാണാൻ പറ്റും, ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ആദ്യ വീഡിയോ. ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡേറ്റ് നോക്കണം. ഡേറ്റ് എന്താ പറയുക, കഴിഞ്ഞ വർഷം ഡിസംബർ മാസമാണ് 36,76,000 അങ്ങനെ എത്രയോ പറയുന്ന ഒരു എമൗണ്ട്.
അത് ഈ വർഷം ജനുവരിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യ എഗ്രിമെന്റ് ഈ പറയുന്ന അത് കൊടുക്കുന്നു, ഇടുന്നു. ഇനി അടുത്തത് ഇത് കഴിഞ്ഞ് ഈ അടുത്ത വരുന്ന ഡേറ്റ് ശ്രദ്ധിക്കണേ. ജനുവരി 31 2026 അതൊരു നമ്മൾ അക്കൗണ്ട് ത്രൂലും ബൈ ഹാൻഡും ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ ആ ഒരു എമൗണ്ട് റോബിൻ സമ്മതിച്ച് തരികയാണ്. അപ്പൊ അതിലൊരു ഒരു ഒരു സെറ്റിൽമെന്റ് ഡീൽസ് ഡീല് പോലത്തെ ഒരു കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, നമ്മുടെ സ്വന്തം അബിൽ ബ്രോ ആണ്. ഇന്ന് ഏപ്രിൽ 28 2026 അപ്പം ഇതില് ഏപ്രിൽ 28 2020, അതായത് ജനുവരി മാസം കൂടെ, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, വീണ്ടും 3 മാസം കഴിഞ്ഞു. അതായത് ഡിസംബറിൽ വാങ്ങുന്നു, ഡിസംബറിൽ 36 ലക്ഷം രൂപ സംഭവം ഉണ്ടെന്ന് പറയുന്നു. അത് ഈ പറയുന്ന ജനുവരിയിൽ ഞാൻ തീർക്കാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, വീണ്ടും 3 മാസം കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇടുന്നത് എന്നുള്ളതാണ്. അടുത്ത വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അമിൽ ബ്രോവിന്റെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ടും അക്കൗണ്ട് വഴിയും ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. സോ അപ്പൊ അത് മനസ്സിലായോ? 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 45 ലക്ഷം രൂപ ആയിട്ട് വളർന്നു എന്നുള്ളതാണ്. ആടെ 36 ആയിരുന്നു. ഈ അബിൻ എന്ത് മണ്ടനാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അവൻ വീണ്ടും കൊണ്ട് ക്യാഷ് കൊടുത്തു എന്നുള്ളതാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് ബൈ ക്യാഷ് വഴി, അക്കൗണ്ട് വഴി. ഓക്കെ, അക്കൗണ്ട് വഴിയും ക്യാഷ് പരമായിട്ടും ബൈ ഹാൻഡുമായിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോ എത്ര 45 ലക്ഷം ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു സെറ്റിൽമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ എമൗണ്ടിന്റെ 5 ലക്ഷം രൂപ വന്നിട്ട് മെയ് 5 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ മെയ് 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിതിപ്പോൾ സംസാരിച്ച് ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാണ്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പം അപ്പം ഹാപ്പി ആയിട്ട് ഇത് കഴിഞ്ഞ ഇത് 20 എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കുന്ന. റോബിനുള്ളത് പറയാനുള്ളത് ഇപ്പൊ 20th ഇത് തീരും. നല്ല രീതിയിലുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളുമില്ല. ഇത് തീരാണ്. അത് ആ രീതിയിലേക്ക് ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിപരമായിട്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിർത്തിക്കും. നമസ്കാരം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ വീഡിയോ. വ്യക്തിപരമായിട്ടൊരു വിഷയവുമില്ല. വളരെ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് കൈ കൊടുത്ത് പിരിയുന്ന ഒരു വീഡിയോ. അവിടെ 46 ലക്ഷമായി. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ, വീണ്ടും 3-4 മാസം കഴിഞ്ഞ് അടുത്ത വീഡിയോ ആണ്. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ അബിൽ ബ്രോ ആണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു. അതായത് അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ്, ഏപ്രിലല്ലേ ഇത് പറഞ്ഞത്, ഇത് 1 മാസം കഴിഞ്ഞ് മെയ് 18, അതായത് ഏപ്രിൽ മാസം എന്തോ കൊടുത്തില്ല. അപ്പൊ അടുത്തത് സംസാരിച്ചിരുന്നു. അപ്പം അതെ 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതിൽ ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു എന്താ പറയാ എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതിൽ എവിടെയെങ്കിലും ഫോഴ്സ്ഫുള്ളി വീഡിയോ ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? ഇത്രയും പൈസ കൊടുക്കാനിരിക്കുമ്പോഴാണ് വീണ്ടും മാർച്ച് മാസം, ഈ മാസം മാർച്ച് മാസം എനിക്ക് 90,000 രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 27 എന്തോ ആണ് 90,000 രൂപ വേണമെന്ന് പറഞ്ഞു വീണ്ടും ഈ പുള്ളി സെൽഫി അയച്ചു കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ സെൽഫി വീഡിയോ ആണ്. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? റോബിൻ വളരെ കോൺഫിഡൻസോട് സംസാരിക്കുന്നത്, ബേക്കിൽ ഇരിക്കുന്നവൻ അയ്യോ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അവനെ വിരട്ടി പറയിപ്പിച്ചു നമുക്ക് വിശ്വസിക്കാനുള്ളത്. റോബിൻ ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് എന്നെ വിരട്ടി പറയിപ്പിച്ചതാണ്. അതായത് ഈ പറയുന്ന ആരതി പുടി ഇവർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ആ സാധനം പുറത്തു പറഞ്ഞ് എൻ്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന റോബിൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 വീഡിയോ കണ്ടിട്ട് നമുക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് ആർക്കും ഇത് എന്താണ് ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ ത്രട്ടൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അവിടെ റോബിൻ എപ്പോഴും വളരെ കോൺഫിഡൻസോട് സംസാരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉണ്ട് ഇനി അതെ, പക്ഷെ ഭീഷണിപ്പെടുത്തിയെന്ന് കരുതിക്കൂ, അതിനുള്ള എന്തെങ്കിലും തെളിവ് റോബിന്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്തിയതിന് തെളിവ് വേണമല്ലോ. നമ്മളിങ്ങനെ വായ്ത്താളമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവൻ ഭീഷണിപ്പെടുത്തി തേങ്ങ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഏതെങ്കിലും വോയിസ് പരമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ നിങ്ങളുടെ ഭാര്യയുടെയും അല്ലെങ്കിൽ റോബിൻ്റെയും തമ്മിലുള്ള വിഷയങ്ങൾ നമ്മൾ പബ്ലിക്കിൽ ഇട്ട് നിന്റെ രാഷ്ട്രീയ ഭാവി തൊലച്ചു കളയും എന്നുള്ള രീതിയിലൊക്കെ പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളത്. ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് ഇവർ പലതും ബൈ ഹാൻഡായിട്ട് റോബിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ റോബിൻ ഇത് വർഷങ്ങളായിട്ട് 1 ലക്ഷം വാങ്ങി തിരിച്ചു കൊടുക്കുന്നു, 2 ലക്ഷം വാങ്ങി തിരിച്ചു കൊടുക്കുന്നു, 50,000, പിന്നെ അത് 3,000, 4,000 പലപ്പോഴും തിരിച്ചു കൊടുക്കുന്നു. ഈവൻ ഈ മണ്ടനായ അബിൻ ചെയ്തെന്ന് വെച്ചാൽ പലതും ബൈ ഹാൻഡായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. ബൈ ഹാൻഡായിട്ട് കൊടുക്കുന്നു. റോബിൻ എന്ത് ചെയ്യുന്നു? ഇത് പലതും തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട് ത്രൂ ആണ് റോബിൻ എല്ലാ പൈസയും കൊടുത്തത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ റോബിൻ പറയുന്നതിന് അവന്റെ കയ്യിൽ നിന്ന് വന്ന 40 എത്ര ലക്ഷം രൂപ വന്നിട്ടുണ്ട്, ഞാൻ ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബൈ ഹാൻഡ് വാങ്ങിച്ചതും മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇട്ട് കൊടുത്ത പൈസ, ഈ പുള്ളിയുടെ അക്കൗണ്ട് വഴി ത്രൂ അല്ല, വേറെ പലരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പുള്ളിക്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന റോബിൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇല്ല. അതുമല്ല, റോബിൻ തന്നെ പറയുന്നുണ്ട് ഏതാണ്ട് ഇത്രയും ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്ന് റോബിൻ തന്നെ പറയുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ അബിന് പൈസ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഒരു മണ്ടത്തരം. ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു. 36 ആയി, 40 ആയി, 45 ആയി. പുള്ളി പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും, തിരിച്ചു തരും. ചിലപ്പോൾ 5 ലക്ഷം ആരെന്തെങ്കിലും മറച്ചു കൊടുക്കും, പുള്ളി 2 ദിവസം മുമ്പ് തിരിച്ചു തരും. അപ്പൊ ഒരു വിശ്വാസ്യതയുണ്ട്. ഇതിനൊക്കെ സുരേഷ് ഗോപിയോ അങ്ങനെ എന്തോ പോയി കണ്ടു, സുരേഷ് ഗോപിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. സുരേഷ് ഗോപിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. സുരേഷ് ഗോപി പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ ഇവനെ പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിടാം, ഇത്രയും ഒരു സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ പിരിച്ചുവിടാം. അതല്ല, അവന് കുറച്ചും കൂടി ടൈം കൊടുക്കുകയാണെങ്കിൽ തരും. അങ്ങനെ സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ ഗോപിയുടെ ആ ഒരു ഉറപ്പിന്മേലാണ് ഇവർ വീണ്ടും ടൈം കൊടുത്തപ്പോൾ ഓരോന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഏതോ ഇവിടെ നിന്ന് വട്ടിപ്പലിശ എടുത്തുന്നു അവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ എന്തോരം നിങ്ങൾ പൈസ, എന്നിട്ട് വട്ടിപ്പലിശ എടുത്ത ആൾ ഇവനെ ഈ പറയുന്ന അബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വീണ്ടും ഒരു കരഞ്ച് പൈസ കൊടു, ഞാൻ എന്തായാലും അവന് വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഞാൻ പുതുക്കി കൊടുക്കും, അവൻ എൻ്റെ പൈസ തരുമ്പോൾ ഏതാണ്ട് 1 കോടി രൂപ അവന് ഞാൻ പുതുക്കി കൊടുക്കും, അപ്പം നിന്റെ പൈസ തരും എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് ഈ മണ്ടം വീണ്ടും വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഏത് ലക്ഷ്മി 8 ലക്ഷം രൂപ, അതിന് റെക്കോർഡുണ്ടോ? അത് ഏത് അക്കൗണ്ട് വഴിയാണ് ഇട്ടതെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇവരത് പ്രസ് മീറ്റിലോട്ട് പോകണമെന്നാ ഈ പറയുന്ന റോബിൻ പറയുന്നത്. പ്രസ് മീറ്റ് എനിക്ക് തോന്നുന്നത് മറ്റേ ആ ഒരു വീഡിയോ ഇടുന്ന ശ്രീജിത്തോ അവനാണ് പ്രസ് മീറ്റ്. അത് വേദലക്ഷ്മിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അഭിനോ പ്രസ് മീറ്റ് വിളിച്ചതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രസ് മീറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ എൻ്റെ ഒരു ഇതിൽ തോന്നിയത് ഇങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയത് പലപ്പോഴായിട്ട് ബൈ ഹാൻഡ് ആയിട്ട് കൊടുത്തത്. അതിന്റെ തെളിവ് അവരേലില്ല. അതിന് തെളിവായിട്ട് അവരേലുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. വീഡിയോ വഴിയും പേപ്പർ വഴി എഴുതിയിട്ട സംഭവം മാത്രമല്ല, അക്കൗണ്ട് ത്രൂ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തത്, അപ്പോൾ റോബിൻ പറയുന്നത് ഈ പറയുന്ന വീഡിയോ ചെയ്തതും പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തതും ഒക്കെ ഇവർ ഭീഷണിപ്പെടുത്തി എന്നെ ഈ പറയുന്ന ഹണി ട്രാപ്പ് പോലുള്ള സംഭവങ്ങളിൽ പെടുത്തി എന്നെ ആ ഒരു വീഡിയോ ചെയ്യിച്ചതാണ് റോബിന്റെ വാദം. അങ്ങനെ റോബിൻ വാദിക്കുമ്പോൾ റോബിൻ അതിന് തെളിവ് കൂടി കൊടുക്കണം. മനസ്സിലായി, ഇന്ന രീതിയിൽ എന്നെ ഈ പറയുന്ന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും, എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചതെന്ന് മനസ്സിലാവും. പിന്നെ ഉറങ്ങി കിടക്കുന്നവരിൽ നമുക്ക് ഉണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പോഴും അന്ധങ്ങളായിട്ട് നിൽക്കുന്ന ചിലവരുണ്ട്. അവരൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും വലിച്ച് കീറി തുറന്നു വെച്ചു കൊടുത്താലും അവർ വിശ്വസിക്കത്തില്ല എന്നുള്ളതാണ്. ഇനി ഇതിപ്പോൾ കിടക്കട്ടെ, ഇനി എന്തൊക്കെ പുറത്തു വരാൻ കിടക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.